ഐക്യം എന്ന വാക്കിന്റെ ഒരു വലിയ പ്രത്യേകത, ഐക്യം എന്ന വാക്കിന് പ്രസക്തി ഉണ്ടാകുന്നത് എപ്പോഴും വ്യത്യസ്തരായ ആളുകൾ ഒന്നിച്ചിരിക്കുമ്പോഴാണ്. ഒരുപോലുള്ള ആളുകൾ ഒന്നിച്ചിരിക്കുന്നിടത്ത് ഐക്യം എന്ന വാക്കിന് വലിയ പ്രസക്തി ഒന്നുമില്ല, അതൊരു കൂട്ടായ്മ മാത്രമാണ്. വ്യത്യസ്തരായ ആളുകൾ ഒന്നിച്ചിരിക്കുമ്പോഴാണ് ഐക്യം എന്ന വാക്കിന് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നത്. അങ്ങനെ ഈ രാജ്യത്തിന്റെ ഐക്യം സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും കൂടുതൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 190 വർഷം ബ്രിട്ടീഷുകാർ ഭരിച്ചുപേക്ഷിച്ചിട്ട് പോയ ഒരു രാജ്യം ജാതി കൊണ്ടും മതം കൊണ്ടും ഭാഷ കൊണ്ടും വേഷം കൊണ്ടും സംസ്കാരം കൊണ്ടും സാമ്പത്തിക നില കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും കമ്മ്യൂണിക്കേഷന്റെ അഭാവം കൊണ്ടും എല്ലാം തകർന്നടിഞ്ഞു കിടന്ന ഒരു രാജ്യത്തെ ഏതാണ്ട് 60 വർഷത്തിലധികം ചേർത്ത് പിടിച്ച് ഏകീകരിച്ച് കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം അത്രയും കാലമെടുത്ത് ഈ രാജ്യത്തെ മുന്നിലേക്ക് കൊണ്ടുവന്ന ശേഷം പെട്ടെന്നൊരു ദിവസം ഇത് BJP കൈയടക്കുകയും ഇവർ ഇത്രയും നാൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ജനങ്ങൾക്കിടയിലേക്ക് കടത്തിവിടുകയും ചെയ്യുകയാണ്. അന്നത്തെ ഇന്ത്യയുടെ പ്രാഥമിക ആവശ്യങ്ങളിൽ എവിടെയും ഹൈവേകൾ ഉണ്ടായിരുന്നില്ല, പാലങ്ങൾ ഉണ്ടായിരുന്നില്ല. രാവിലെ ഭക്ഷണം കഴിച്ചാൽ രാത്രി എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചിരുന്ന ഒരു വലിയ ജനത, അസുഖം വന്നാൽ എങ്ങനെ ചികിത്സിക്കുമെന്ന് ആലോചിച്ചിരുന്ന ജനത, ഉടുതുണിക്കും മറുതുണിയില്ലാതിരുന്ന ഒരു ജനത, ആ ജനതയെ മുന്നിലേക്ക് പഞ്ചവത്സര പദ്ധതികളിലൂടെയും ഹരിത വിപ്ലവത്തിലൂടെയും കാർഷിക വിപ്ലവത്തിലൂടെയും ധവള വിപ്ലവത്തിലൂടെയും എല്ലാം മുന്നിലേക്ക് കൊണ്ടുവന്ന് അവസാനം എല്ലാവരും ഏകദേശം കയ്യിൽ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലത്താണ് BJP ഇന്ത്യയെ ഏറ്റെടുക്കുന്നത്. ആ ഏറ്റെടുക്കലിന് ശേഷം ഇത്രയും നാള് ഇന്ത്യക്ക് വേണ്ടി കോൺഗ്രസ് എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടായ സാഹചര്യത്തിലാണ് ആ ചോദ്യം ശരിയല്ലല്ലോ, ഞാൻ അതിനോടൊപ്പം നിൽക്കേണ്ടതാണ് എന്നത് എന്റെ ഒരു കടമയാണ് എന്ന് കരുതി ഞാൻ ഈ ഒരു വലിയ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി വരുന്നതും ഇതിലേക്ക് വരുന്നതുമല്ല. അങ്ങനെ വന്ന് നമ്മൾ ഇന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുന്നേ പ്രസംഗിച്ചവർ പറഞ്ഞു കാണും, അല്ലെങ്കിൽ ഇനി പ്രസംഗിക്കാനുള്ളവർക്ക് പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ വലിയൊരു രാഷ്ട്രീയ പ്രസംഗത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലേക്ക് പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ 15 ദിവസം കൊണ്ട് എന്നെ പറ്റി ഇവർ പറഞ്ഞു പരത്തിയ നുണകൾ മാത്രം എണ്ണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാഗ്ദാനങ്ങളിൽ എന്തുമാത്രം നുണകൾ ഇവരിലുണ്ട് എന്ന്. രാഷ്ട്രീയത്തിലെ ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ യുക്തിയാണ്. ഓരോ രാഷ്ട്രീയക്കാരന്റെയും ശക്തി എന്ന് പറയുന്നത് ആ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ അനുദിനം പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഞാനെന്നൊരു വ്യക്തിയെ ആക്രമിച്ചുകൊണ്ട് ആശയപരമായി UDFന്റെ ഒരു ആശയങ്ങളോടും മത്സരത്തിനില്ലാതെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ടാണ് മറുപക്ഷത്തുള്ളവർ മുന്നിലേക്ക് പോകുന്നത്. എനിക്കിത് ഈ പ്രസംഗം വരെയും ഉറപ്പിച്ചു പറയാൻ പറ്റും, ഞാൻ എതിർ സ്ഥാനാർത്ഥികൾ മറുപക്ഷത്തുള്ള സ്ഥാനാർത്ഥികളുടെ പേര് പോലും ഒരു വേദിയിൽ ഉച്ചരിച്ചിട്ടില്ല, ആരെയും ഇകഴ്ത്തി കാണിച്ചിട്ടില്ല, ആരെയും പറ്റിയും ഒരു മോശവും പറഞ്ഞിട്ടില്ല. എന്നിട്ടും എന്നെ പറ്റി ഇവര് അനശൂതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽപ്പെട്ട ദോഷങ്ങൾ. ആദ്യം വന്നപ്പോ ഇവര് പറഞ്ഞു ഇവൻ ഭയങ്കര സിനിമാ നടനാണ്. ഞാൻ ചെയ്ത ജോലിയാണ്, എന്റെ കുടുംബം കഴിഞ്ഞ ജോലിയാണ്, 10-26 വർഷം ജോലി ചെയ്ത ഉപജീവനത്തിന് ഞാൻ ചെയ്തിരുന്ന തൊഴിലെടുത്തുകൊണ്ട് ഇവൻ പറഞ്ഞു ഇതൊരു സിനിമാ നടനാണ്, അയാൾ ചിലപ്പോൾ പോകും എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ 2 പാർട്ടികളിലും 50-ലധികം സിനിമകളിൽ നായകന്മാരായി അഭിനയിച്ച ആളുകൾ തെരഞ്ഞെടുപ്പിന് നിൽക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ ഞാൻ വലിയ സിനിമാ നടൻ പെട്ടെന്നായി. അപ്പൊ ഞാൻ നോക്കി ഞാൻ എത്ര പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. ഞാൻ എല്ലാം കൂടെ ഒരു 50 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവും, അതിൽ 35 എണ്ണം പൊളിഞ്ഞും പോയി. ഞാൻ ഏറ്റവും വലിയ സിനിമാ നടനായത് സിനിമയിൽ നിന്നപ്പോഴല്ല, ഇലക്ഷന് വന്നപ്പോഴാണ് ഞാൻ ഇത്രയും വലിയ സിനിമാ നടനായത് എന്ന് എനിക്ക് മനസ്സിലായത്. അതിന് ഞാൻ മറുവശത്തുള്ള പാർട്ടിക്കാരോട് അഗേതവുമായ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ പോസ്റ്ററുകളുടെ എണ്ണത്തിലും മറ്റേ എണ്ണങ്ങളിലുമെല്ലാം ഞാൻ വല്ലാതെ ഭയന്നുപോയി. പക്ഷെ പിന്നീട് പാലക്കാടിന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതിയെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എപ്പോഴും ഫ്ലെക്സ് ബോർഡുകളുടെ എണ്ണത്തിലും പോസ്റ്ററുകളുടെ എണ്ണത്തിലും ഹോർഡിങ്ങുകളുടെ എണ്ണത്തിലുമെല്ലാം BJP ആയിരിക്കും മുന്നിൽ. വാർത്തകളിലും പത്രത്തിലും ഇന്റർനെറ്റിലും എപ്പോഴും LDF ആയിരിക്കും മുന്നിൽ. പക്ഷെ റിസൾട്ട് വരുമ്പം UDF ആയിരിക്കും മുന്നിൽ. അങ്ങനത്തെ ഒരു ടെക്നിക്ക്, ഒരു മാജിക് എപ്പോഴും പാലക്കാടിനെ സംബന്ധിച്ചുണ്ട്. എപ്പോഴും യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. അപ്പൊ ഞാൻ സിനിമാക്കാരനാണെന്ന് ആരോപണം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. സിനിമയിൽ ഞങ്ങൾ എപ്പോഴും പറയും, എത്ര ഫ്ലക്സ് വെച്ചാലും, എത്ര പരസ്യം ചെയ്താലും, എത്ര പത്രപരസ്യം ചെയ്താലും, എത്ര നടന്മാർ വന്നിരുന്ന ആ സിനിമയെ കുറിച്ച് പറഞ്ഞാലും സിനിമ വിജയിക്കുന്നത് വേർഡ് ഓഫ് മൗത്ത്, ആളുകൾ പരസ്പരം ആ സിനിമയെ കുറിച്ച് പറയുന്നതിന്റെ ബലത്തിലാണ്. ഞാൻ ഇതുവരെ പോസ്റ്ററിന്റെ എണ്ണം നോക്കി ഒരു സിനിമയ്ക്ക് പോയിട്ടില്ല, ആളുകളുടെ അഭിപ്രായം കേട്ടിട്ടേ പോയിട്ടുള്ളൂ. പാലക്കാട് UDFനുള്ളത് ആ അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു മത്സരത്തിന് നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് എപ്പോഴും അത് മുന്നിലേക്ക് കൊണ്ടുപോകാനായി സാധിക്കുക തന്നെ ചെയ്യും. പിന്നെയും സിനിമയിൽ പറയും ചില കോമ്പിനേഷൻസ് എപ്പോഴും നല്ലതാണ്. ഇപ്പൊ മോഹൻലാലും പ്രിയദർശനും മമ്മൂക്കയും ജോഷിയും എന്നൊക്കെ പറയുന്നത് നല്ല കൂട്ടുകെട്ടുകളാണ്. ഈ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം ഉണ്ടാവും. അതേപോലെ കൂട്ടുകെട്ടുകൾ ഉണ്ടാവുമ്പോൾ വലിയ ഹിറ്റുകൾ ഉണ്ടാവും. അതുപോലെ ഒരു വലിയ കൂട്ടുകെട്ടാണ് കേരളവും
പാലക്കാടും കൂടെ UDF ഭരിക്കുക എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറ് ഭരിക്കുമ്പോൾ ഷാഫി ഇവിടെ ഭരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വികസനങ്ങൾ പാലക്കാട് ഉണ്ടായത്. അതുപോലെ ഒരു അവസരത്തിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. കേരളവും പാലക്കാടും കൂടെ UDF ഭരിക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ വരുന്നു. ആ സമയത്തെ നമുക്ക് ഏറ്റവും ഗംഭീരമായി ഉപയോഗിക്കാം. ഒരു ഔപചാരികതയുടെ പേരിൽ മാത്രം കൈപ്പത്തി ചിഹ്നത്തിൽ എനിക്ക് വോട്ട് തന്ന് നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് വ്യക്തിപരമായി നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനും വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കാണാനും നമുക്ക് സംസാരിക്കാനും നമുക്ക് ചിത്രങ്ങൾ എടുക്കാനും പരസ്പരം പരിചയപ്പെടാനും എല്ലാം ഇനിയും ഒരുപാട് സമയം ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 2-3 സ്ഥലങ്ങളിൽ കുടുംബയോഗങ്ങൾ നടക്കുകയാണ്. ഏതാണ്ട് ഇന്നലെ മുതൽ രാത്രി ഈസ്റ്ററിന്റെ സമയം മുതൽ ഈ നേരം വരെ